സ്വർണ്ണക്കടത്ത് കേസുകൾ വിശദീകരിക്കാൻ ചീഫ് സെക്രട്ടറിയും DGPയും രാജ്ഭവനിൽ എത്താത്തതിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സാങ്കേതികത്വം പറഞ്ഞ് ക്രിമിനൽ പ്രവർത്തനം മറച്ചുവെക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിപ്പിച്ചത് ചട്ടപ്രകാരമാണെന്നും ഗവർണർ വിശദീകരിക്കുന്നു. നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും സർക്കാർ വെച്ചുപുറപ്പിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട കണക്കുകളും വിശദീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട ഇന്നലെയാണ് ഗവർണർ ഇവർക്ക് രണ്ടുപേർക്കും കത്ത് നൽകിയത്. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ സർക്കാർ ഒരു മറുപടി കത്തയച്ചിരുന്നു. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത് ചട്ടപ്രകാരമല്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ അക്കാര്യത്തിലെ നിലപാട്. എന്നാൽ വീണ്ടും ഗവർണർ അതിനുശേഷം സർക്കാരിനൊരു മറുപടി കത്തയച്ചു. അതിൽ പറയുന്നത് സാങ്കേതികത്വം പറഞ്ഞ് ക്രിമിനൽ പ്രവർത്തനം മറച്ചുവെക്കാനാകില്ലെന്നും ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിപ്പിച്ചത് ചട്ടപ്രകാരം ആണെന്നുള്ളതായിരുന്നു. മാത്രമല്ല ഗവർണറുടെ മുന്നറിയിപ്പും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ വിശദീകരിക്കാത്ത ചട്ടലംഘനമായി കണക്കാക്കുമെന്നും ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്തതായി കണക്കാക്കുമെന്നും മുന്നറിയിപ്പ് ഗവർണർ കത്തിലൂടെ അറിയിച്ചു. അതിനപ്പുറത്തേക്ക് തന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് നിറവേറ്റാൻ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് തനിക്കറിയണം, രാഷ്ട്രപതിയെ അറിയിക്കാൻ വേണ്ടിയാണ് വിശദീകരണം തേടിയതെന്നും ഗവർണർ ആ കത്തിൽ ചൂണ്ടിക്കാട്ടി. തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാരും ഗവർണർക്ക് വീണ്ടും ഒരു മറുപടി കത്തയച്ചു. ആ കത്തിൽ പറയുന്നത് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വിശദീകരിക്കുകയായിരുന്നു സർക്കാർ. ഫോൺ ചോർത്തൽ ആരോപണത്തിൽ സർക്കാർ അന്വേഷണം നടത്തി വരികയാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളടക്കം സർക്കാർ പരിശോധിക്കുന്നുണ്ട്. PV അൻവറിനെതിരായ ഫോൺ ചോർത്തൽ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും സർക്കാർ വെച്ചു പൊറുപ്പിക്കില്ലെന്നും മറുപടി നൽകി. കൂടാതെ നിയമത്തിന്റെ കയ്യിൽ നിന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആർക്കും രക്ഷപ്പെടാനാകില്ലെന്നും സർക്കാർ ആ കത്തിൽ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു കത്ത് പോരാട്ടം, ഒരു കത്ത് യുദ്ധം അത് അരങ്ങേറുന്നുണ്ട്. ഇനി ഇക്കാര്യത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാകും. ഉന്മേഷ്. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത് നിന്ന്.